ഹലോ, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കിച്ചുമോളെ സ്കൂളിൽ കൊണ്ടുപോകട്ടോ. സ്കൂളിൽ അവൾക്ക് എക്സാം ഉച്ചയ്ക്കാണ്. മോനിക്ക് രാവിലെ ആയിരുന്നു, അവൻ സ്കൂൾ ബസ്സിൽ പോയി. അന്നേരം കിച്ചുമോളെ അവിടെ കൊണ്ടാക്കിയിട്ട് മോനെ വിളിച്ചുകൊണ്ട് വരും തിരിച്ചു. അങ്ങനെ കിച്ചുമോളെ സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇതാ ഫൈസിയും വരുവാണ്. അങ്ങനെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, പുറത്തിറങ്ങാൻ വയ്യാത്ത ചൂടാണ്. അങ്ങനെ ഫൈസിയായിട്ട് പോകുമ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ തിരക്കുകളല്ലേ. അങ്ങനെ അവർക്കും സ്കൂളിൽ ട്യൂഷനിലും എല്ലാം ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തു. ഇനി അവർക്ക് പ്രോഗ്രാമാണ്, അങ്ങനെ ഗിഫ്റ്റ് വാങ്ങണം. ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മുടെ മുക്കടയിൽ സുപ്രീം പ്ലാസയിലാണ് കയറിയത് കേട്ടോ. ഇപ്പം എന്താ പറയുക, കടകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ക്രിസ്മസ് ആയിട്ട് എല്ലാ കടകളും നല്ല അലങ്കരിച്ചിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കയറി. അവിടെ നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ അതിൽ ഓരോ സാധനങ്ങളും പൈസ എടുത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ചിട്ട് അതിട്ട് മേടിക്കാം, ഇത് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു ഐറ്റം പൈസ ആദ്യമായിട്ട് കാണുക കേട്ടോ. അതിൻ്റെ വരുന്നത് വരെ അത് പുറത്ത് താഴ്ത്തി വെച്ചിട്ടില്ലായിരുന്നു. അവിടെ ഓരോ ഗിഫ്റ്റിനും വലിയ റേറ്റൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത റേറ്റുകളാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ ഫൈസി പോലെ തന്നെ ഞാനും കേട്ടോ, ഓരോ ഐറ്റംസും എടുത്തിട്ട് ഞാൻ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നോക്കുവാണ് ഏതെടുക്കണമെന്ന്. അങ്ങനെ ഫൈസിക്ക് ട്യൂഷനിൽ ഒരു പെൺകുട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ലവ് ചിഹ്നവും ഹാർട്ടിൻ്റെ ഒന്നും സെലക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവനെ കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് അവൻ പോമി എന്നൊക്കെ പറഞ്ഞ് പോമി എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ സ്കൂളിലേക്ക് എന്തോ ഒന്ന് അവൻ സെലക്ട് ചെയ്തു. അതെനിക്ക് ഒത്തിരിയും ഇങ്ങനെയുള്ള ലാമ്പുകളിരിക്കുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ടും ആ ഐറ്റം അവൻ താഴ്ത്തി വെച്ചിട്ടില്ല. അതേ കണക്ക് എനിക്കതിൻ്റെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ഇത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്കൂളിലേക്കും അവിടുന്ന് ഇത് ട്യൂഷനിലേക്ക് മോൻ സെലക്ട് ചെയ്ത ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് 2 ഗിഫ്റ്റ് മോൾക്ക് എടുത്തിട്ടില്ല, ഇനി മോളെയും കൊണ്ടുപോയിട്ട് വേണം മോൾക്ക് ഗിഫ്റ്റ് എടുക്കാൻ. അവരവരെ കൊണ്ടുപോയി എടുക്കുമ്പോഴാണ് അവർക്കൊരു തൃപ്തി വരുന്നത്. അതുകൊണ്ട് അവരെ കൊണ്ടുപോകും, അങ്ങനത്തെ എടുക്കും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.